blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ലോകം എമ്പാടുമുള്ള പ്രേക്ഷകർ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ചേർന്ന് കുമ്പനാട് നിന്നുള്ള അന്നമ്മ ജോസഫിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളിൽ നിന്ന് പരിപൂർണ സൗഖ്യം ആ കുടുംബത്തിന് അങ്ങ് നൽകണമേ. കൊച്ചുമകൻ വിവേകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ആക്സിഡൻറ്റിനോട് അനുബന്ധിച്ചുള്ള സകല അസുഖങ്ങളും പൂർണ്ണമായി സൗഖ്യമാകട്ടെ. രണ്ടാമത്തെ മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. സകല നന്മകളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൻ്റെ മേൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങളെ ചൊരിയണമേ. 6 കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസം, അവർക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ ഒക്കെയുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് താലൂക്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ഒത്തിരി വർഷങ്ങളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. മകൾ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് 2011 നവംബർ മാസം 11-ാം തീയതി ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. പറയുന്നത് 9:30 കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ 1-2 മിനിറ്റ് വൈകിയാൽ പോലും എക്സാം ഹാളിൽ അവർ കയറ്റില്ല. എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് അതിന് അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ, കയറിയില്ലെങ്കിൽ തൻ്റെ 1 വർഷം വേസ്റ്റായി പോകും. ഇവർ പറയുന്നത് ക്യാബെല്ലാം ബുക്ക് ചെയ്തു. ഈ ക്യാബ് 15 മിനിറ്റ്, ഇവർ പറഞ്ഞതിലും 15 മിനിറ്റ് വൈകിയാണ് ക്യാബ് വന്നത്. ഇവർ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ തന്നെ മകൾ അപ്സെറ്റായി. താൻ വളരെയധികം കരയാനൊക്കെ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഇറങ്ങി ഫ്യൂല് തീർന്നെന്ന് പറഞ്ഞു. താൻ പോയി. ഇവർ പറയുന്നത് ഇവർ ആ പോകുന്ന റോട്ടിൽ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. കാറുകളാണെങ്കിലും ഒക്കെ ക്യാബ് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ റോഡിലൂടെ ക്യാബുകളൊന്നും അങ്ങനെ കിട്ടുന്ന രീതിയിലല്ല ആ സംവിധാനങ്ങൾ. ഇവർ പറഞ്ഞത് മകൾ കരയാൻ തുടങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു, മകളോട് പറഞ്ഞു, നീ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിതാവ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ എന്തൊരു കാര്യം വന്നാലും ഏതൊരു ആവശ്യം വന്നാലും ഉടനെ തന്നെ ഒരു പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മകളോട് ഉടനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡ്രൈവർ ഒരു 10 മിനിറ്റ് എടുത്ത് താൻ പോയി ഡീസൽ വാങ്ങി കൊണ്ടുപോകുന്ന നിറച്ചു. കാറ് പിന്നെയും സ്റ്റാർട്ടാവുന്നില്ല. അപ്പം വേറെ എന്തോ കുഴപ്പം കൊണ്ടാണ് കാറ് സ്റ്റാർട്ടാകാത്തതെന്ന് ഇവർക്ക് മനസ്സിലായി. തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു 10 മിനിറ്റോളം ഇവർ നടന്നിട്ടും വണ്ടികളൊന്നും കണ്ടില്ല. ഇവർ പറയുന്ന ഒരു കയറ്റത്ത് ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്ന കണ്ട് ഇവർ അവിടെ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലൊരു എക്സാം ഉണ്ട്, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കാറ് വിട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ വേറൊരു ഓട്ടം ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, വരില്ല എന്ന് പറഞ്ഞു. ഇവർ ആ സമയത്ത് ആ കോൾ സെൻറ്ററിൽ നിന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചവർ പറഞ്ഞു, മോൾക്ക് തീർച്ചയായിട്ടും കൃത്യസമയത്ത് അവിടെ എത്തുവാൻ കഴിയും. ആ എക്സാം എഴുതി നല്ല രീതിയിൽ അത് വിജയിക്കാൻ കർത്താവ് അവസരം തരും എന്നവർ പറഞ്ഞു. ആ പ്രാർത്ഥിച്ച ബലത്തിലാണ് ഇവർ നടക്കുന്നത്. ഇവർ പറഞ്ഞത് ഇവർ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. അതിനുശേഷം ഈ ഡ്രൈവർ തിരിച്ചു വിളിച്ചു. ഈ ഡ്രൈവർ പറഞ്ഞത് ഇതിനിടയിൽ ഇവർ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഗസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വണ്ടി ഇവർ വന്നു. ഇവർ പറഞ്ഞത് 30-40 മിനിറ്റ്സ് ട്രാവലിംഗ് ഉള്ള സമയത്ത് ഇവർ 20 മിനിറ്റ്സ് കൊണ്ട് എത്തി. ആൾ പറയുന്നത് ഇവിടെ ഒട്ടും പ്രതീക്ഷയല്ല. 10 മിനിറ്റ് മുൻപേ അവർ എക്സാം ഹാളിലെത്തി. 10 മിനിറ്റ് നേരത്തെ എത്തി എക്സാം എഴുതി. താൻ അതിൽ പാസ്സായി. താനിപ്പോൾ അതിൻ്റെ ഫൈനൽ ഇയറിന് താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ അത്ഭുതം കർത്താവ് ചെയ്തു. രണ്ടാമത്തെ അത്ഭുതം, ഇവർ 35 വർഷമായിട്ട് ഈ സഹോദരൻ ഇവിടെ സെക്കൻഡറാബാദിൽ ഈ ഹൈദരാബാദ് ഇവിടെ ഉണ്ട്. ഇതിനിടയിൽ ഇവർക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു വീട് വേണം.
വീട് വേണമെന്ന് സാധാരണ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് കൂടുതൽ ആവശ്യം. അതുകൊണ്ട് തന്നെ തൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, വൈഫ് ഒരു നേഴ്സാണ്. ഞാൻ പറയുന്നത് വൈഫ് എല്ലാ ദിവസവും പേപ്പർ എടുത്ത് ഇങ്ങനെ അരിച്ചു പെറുക്കിയിട്ട് ഇങ്ങനെ പല പല വീടുകൾ കാണുക, പിടിക്കുക, വിളിക്കുക, ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഇവർ ചെയ്യുകയായിരുന്നു. പക്ഷെ ഇതിനിടയിലൊന്നും അതിനുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ നടന്നില്ല. അതിനുവേണ്ടിയ പണങ്ങളൊന്നും തന്നെ ഇവരുടെ കയ്യിലില്ലായിരുന്നു. ഇവർ പറയുന്നത് കഴിഞ്ഞ 2011 ബദനാമ്യൻ പറയാണ്, ഒരു വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഒരു വീട് തരുന്നു എന്ന് പറഞ്ഞു. ഇവര് സഹോദരൻ പറയണത് അന്നത്തെ ദിവസം ഇവരൊരു വീട് കാണാൻ പോയി. വീട് കാണാൻ പോകുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്, 11,000 രൂപയാണ്. ആകെ എത്രയും രൂപയെ കയ്യിലുള്ളൂ. ഇവരൊരു 12-15 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ഒരു ചെറിയ വീടാണ് ഇവർ വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. പൈസയൊന്നും കയ്യിലില്ല. ഈ പറഞ്ഞു കേട്ട വിശ്വാസ നിമിത്തം ഇവർ പോയി ആ വീട് കണ്ടു. ആ വീട് ഇഷ്ടപ്പെട്ടില്ല. ഇവർ തിരിച്ചു വരുന്നതിനിടയിൽ ഈ സഹോദരൻ മകളെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു, കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ പോയി കണ്ട വേറൊരു വീടുണ്ട്, അത് ചിലപ്പം കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. ഇവർ ഉടനെ തന്നെ പോയി കണ്ടപ്പോൾ ഈ പിതാവിനും ആ വീട് ഇഷ്ടപ്പെട്ടു. ഈ പിതാവ് പറയുന്നത് ആ സമയത്ത് തന്നെ വരായികകളെ കുറിച്ചൊന്നും താൻ ചിന്തിച്ചില്ല. താൻ ആ 11,000 രൂപ അവിടെ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഈ പിതാവ് പറയുന്നത് അന്ന് ബ്രദർ പറഞ്ഞ ആ ഒരു പ്രയറിലുള്ള ആ ഒരു വിശ്വാസവും കർത്താവിൻ്റെ അത്ഭുതവും നിമിത്തം 6 മാസത്തിനുള്ളിൽ ആ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇവർ ആ മുഴുവൻ പൈസയും കൊടുത്തു. ഇവർ 23 ലക്ഷത്തിലധികം വിലയുള്ള വീട്, അത് എഴുതാനുമുള്ള പേപ്പറിൻ്റെ കാര്യങ്ങളെല്ലാം 1 രൂപ പോലും കടമില്ലാതെ കർത്താവ് അത്ഭുതം ചെയ്തു. 2013 അവർ ആ വീട്ടിൽ കയറി താമസിച്ചു. കർത്താവ് കൊടുത്ത രണ്ടാമത്തെ അത്ഭുതം അതാണ്. മൂന്നാമത്തെ അത്ഭുതം ഈ സഹോദരൻ്റെ മൂത്ത മകൾ, ഇത് ഇളയ മകളാണ്, മൂത്ത മകളുടെ വിവാഹത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2014 ഡിസംബർ മാസത്തിലാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ അതിനും ഇവരുടെ കയ്യിൽ പണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, 1 രൂപ പോലും അതിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് അത്രയും രൂപ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാമെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അത് മെയ് മാസം നേരത്തെ തന്നെ ആ വിവാഹം നടത്തണമെന്നൊരാവശ്യം വന്നുകൊണ്ട് ഇവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. സഹോദരൻ പറയുന്നത് എന്താവശ്യം വന്നാലും പ്രാർത്ഥനാ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ, TV പ്രോഗ്രാമിൽ കേൾക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന പോലെ അന്നും പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത അത്ഭുതം ആ മെയ് മാസത്തിൽ തന്നെ ഭംഗിയായി, ഇദ്ദേഹം പറഞ്ഞ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് തന്നെയുള്ള ഏതൊരു വലിയൊരു ഹാളിൽ വെച്ച് വളരെ മനോഹരമായിട്ട്, അതും 1 രൂപ പോലും കടമില്ലാതെ വളരെ മനോഹരമായി കർത്താവ് നടത്തി കൊടുത്തു. ശക്തിയോടെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഏറ്റവും വലിയ അത്ഭുതം അടുത്തതാണ്. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഈ സഹോദരൻ 35 വർഷമായിട്ട് മദ്യപിക്കുമായിരുന്നു. പറയുന്നത് രാത്രിയൊക്കെ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് തളരുമ്പോൾ കുറച്ച് കുടിച്ചാലാണ്. അപ്പോൾ അങ്ങനെ തന്നെ 35 വർഷം താൻ കുടിക്കുമായിരുന്നു. ഈ മകൾ പറയുന്നത് തനിക്ക് ഓർമ്മയുള്ള കാലം തുടങ്ങി ഈ ഒരു മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് പല തവണ ഈ പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. പറയുന്നത് ഏറ്റവും കൂടിയത് ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് തനിക്ക് മദ്യപിക്കാതിരിക്കാൻ കഴിയും. നാട്ടിൽ പറയുന്നത് മൂത്ത മാനസാന്തരം 3 മാസത്തേക്കാണ്. ഇത് ഒരാഴ്ച പോലും നിൽക്കില്ലായിരുന്നു. അത്രയും പ്രയാസമായിരുന്നു തനിക്ക് നിർത്താൻ. കാരണം ഇത്രയും വർഷം കൊണ്ട് തൻ്റെ ഒരു ഹാബിറ്റായിട്ട് അത് മാറിയിരുന്നു. ഈ സഹോദരൻ പറയുന്നത് ഒരു കാരണമൊന്നുമില്ലാതെ താൻ പറയുന്നത് മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥന കണ്ടാലും അപ്പം തന്നെ TV പ്രോഗ്രാമിൽ, ബ്രദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഉടനെ തന്നെ TV പ്രോഗ്രാമിലേക്ക് കൈനീട്ടി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. താൻ പറയുന്ന കഴിഞ്ഞ 1 മാസവും 10 ദിവസമായിട്ട് താൻ മദ്യപിച്ചിട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു തോന്നലും വന്നിട്ടില്ല. ചിന്തകൾ തന്നെ പോയി. തനിക്ക് അതിനിടയിലുണ്ടായിരുന്ന ടെൻഡൻസിയൊക്കെ ഒരു ആഴ്ചയായിരുന്നു മാക്സിമം അത് തനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളായിരുന്നു. അതെല്ലാം മറന്ന് താൻ 1 മാസവും 10 ദിവസമായിട്ട് ഇപ്പോൾ അത് തൊട്ടിട്ടില്ല. ഈ മകളൊക്കെ പറയും തൻ്റെ ജീവിതത്തിൽ തന്നെ അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഇത്രയും നാൾ മദ്യപാനം നിർത്തി താൻ 35 വർഷമായുണ്ടായിരുന്ന മദ്യപാനത്തെ കർത്താവ് എടുത്തു മാറ്റി. ആമേൻ. അതാണ് തൻ്റെ ജീവിതത്തിൽ നടന്ന 4ാമത്തെ അത്ഭുതം. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്നവരോട്, വീട് വേണ്ടവർ, മദ്യപാനം നിർത്തേണ്ടവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായി ഏതെങ്കിലും ഒരു ആവശ്യത്തിലാണെങ്കിൽ കൈ ഉയർത്താം. കർത്താവ് ഈ കൈകൾ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ വലുതാണ്, പലതാണ്. കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും അത്ഭുതം ചെയ്തെങ്കിൽ അങ്ങ് കർത്താവ് ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർക്കായി, ഈ സാക്ഷ്യം കാണുന്നവർക്കായി കൂടെ അങ്ങ് ചെയ്യണമേ. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ
ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ, വെസ്റ്റ് മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ, വെസ്റ്റ് മഹാരാഷ്ട്ര. There are some conditions given here. ഇവിടെ ചില കണ്ടീഷനുകൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. Number one, if any person living in this world should become a child of God, number one, he should receive him who was sent by the Father. ഏതൊരു വ്യക്തിക്കും, ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയിൽ ഏതൊരു വ്യക്തിക്കും ദൈവമക്കളാകുവാൻ സാധിക്കും. അതിലെ ഒന്നാമത്തെ വ്യവസ്ഥ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. That is number one condition. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. Number two, they should believe in his name. രണ്ടാമത്തേത് അവന്റെ നാമത്തിൽ അവർ വിശ്വസിക്കണം. Two conditions. രണ്ട് വ്യവസ്ഥകൾ. Number one, we should receive the one who is sent by the Father. ഒന്നാമതായി പിതാവിനാൽ അയക്കപ്പെട്ട യേശുവിനെ സ്വീകരിക്കണം. Look at me, please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Suppose I am coming to your home tomorrow morning. നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെന്ന് കരുതുക. It's not through TV program blessing today, but I am actually coming. My body is coming. TV പ്രോഗ്രാമിലൂടെ വരുന്ന കാര്യമല്ല, ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെന്ന് കരുതുക. And you have a wonderful gate there, huge gate. നിങ്ങൾക്കൊരു വലിയ ഗേറ്റ് അവിടെയുണ്ട്, വലിയൊരു ഗേറ്റ്. The main door. പിന്നെ ഒരു വലിയ വാതിലുണ്ട്. When you peeped through the window, you saw Brother Damien coming. നിങ്ങൾ വീടിന്റെ വാതിലിനിടയിലൂടെ നോക്കിയപ്പോൾ ഇതാ ബ്രദർ ഡാമിയൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. Okay, you have many choices now. നിങ്ങൾക്ക് പല ചോയ്സസ് ഉണ്ട്. You can keep the gate closed. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ വാതിൽ അങ്ങനെ You can തന്നെ shut the അടച്ചിടാം. door. നിങ്ങളുടെ വാതിൽ അടച്ചിടാം. You can move away from there. അവിടെ നിന്ന് നിങ്ങൾക്ക് മാറിക്കളയാം. In pretension, you can move away. മനഃപൂർവ്വമായിട്ട് മാറിക്കളയാം. I am not here. ഞാൻ ഇവിടെ ഇല്ലെന്ന് കരുതിയാൽ മതി. Or you can run and come and welcome me. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടി വന്ന് വാതിൽ തുറന്ന് സ്വീകരിക്കാൻ സാധിക്കും. Suppose it is not Brother Damien, it is Jesus himself is coming. ഇനി ഇവിടെ ഈ ഭാഗത്ത് ബ്രദർ ഡാമിനെ ഒന്ന് മാറ്റിയിട്ട് യേശു കർത്താവ് തന്നെ വരുന്നു എന്ന് ചിന്തിച്ചേ. Again, you have some choices. അവിടെയും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. You can close the main door, you can close the gate, you can hide yourself somewhere. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പൂട്ടി, നിങ്ങളുടെ ഗേറ്റ് പൂട്ടി എവിടെയെങ്കിലും ഒളിച്ച് നിങ്ങൾക്ക് മാറിയിരിക്കാൻ സാധിക്കും. The Bible says Jesus was sent by the Heavenly Father to this world. ബൈബിൾ പറയുന്നു സ്വർഗീയ പിതാവിനാൽ അയക്കപ്പെട്ട ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് യേശു. To all who did receive him, he gave the right to become the children of God. ഓർക്കുക, അതുകൊണ്ട് അവനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കളായി തീരാനുള്ള അധികാരം കിട്ടുകയാണ്. Shout a hallelujah to this God. ചേർന്നൊരു ഹല്ലേലൂയ. Secondly, those who believed in his name, he gave the right to become the children of God. രണ്ടാമതായിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ദൈവപൈതലായി തീരാൻ അധികാരം My കിട്ടും. question today is this: have you received Jesus into your life? Number two, have you believed in his name? എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടോ? I believe you all know that one day we have to go from here. എല്ലാവരും ഒരു ദിവസം ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ് ഞാൻ We കരുതുന്നത്. are not always going to be here. എല്ലായ്പ്പോഴും ഇങ്ങനെ നമ്മൾ ജീവിക്കില്ല. One day the call will come and we have to vacate the place. ഒരു ദിവസം സ്വർഗത്തിൽ നിന്നൊരു വിളി വരും. അന്ന് ഇവിടെ ഉള്ളതൊക്കെ വിട്ടിട്ട് നമ്മൾ അങ്ങ് പോകണം. And God will ask two questions to us. രണ്ട് ചോദ്യങ്ങൾ അന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കും. Number one, how did you spend your life on earth? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ചെലവഴിച്ചത്? What did you do with your life? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? Number two, what did you do with my son? രണ്ടാമത്തെ കാര്യം ഇതാണ്, എൻ്റെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? I sent my only
only begotten Son to save you. നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഏകജാതനായ പുത്രനെ നിങ്ങൾക്ക് അയച്ചു തന്നതാണ്. What did you do with my son? എൻ്റെ പുത്രന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? Did you accept him or reject him? നിങ്ങൾ അവനെ സ്വീകരിച്ചുവോ അതോ നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞുവോ? Did you believe in his name or rejected his name? നിങ്ങൾ അവന്റെ നാമത്തിൽ വിശ്വസിച്ചുവോ അതോ അവന്റെ നാമത്തെ തള്ളിക്കളഞ്ഞുവോ? You all will have to face that question. ഈ ചോദ്യത്തെ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. But I saw hundreds of hands here who are believing in the Lord and who have already received Jesus. എന്നാൽ ഇവിടെ നൂറുകണക്കിന് കൈകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉയർന്നു കഴിഞ്ഞു. According to this verse, if you have received him and if you have received his name, believed in his name, you are already a child of the Most High God. അതുകൊണ്ട് തന്നെ ഈ വചനം അനുസരിച്ച് നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അവന്റെ നാമത്തെ കൈക്കൊള്ളുകയും ചെയ്തിരിക്കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മകൻ മകളായി തീർന്നിരിക്കുകയാണ്. Can you move your hands and say കൈകൾ hallelujah? വീശിക്കൊണ്ടൊരു ഹല്ലേലൂയ പറയാമോ? Bada hallelujah. Praise God. Now listen to me, this is very, very important. ദയവായി എന്നെ ശ്രദ്ധിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. If you know that you are already a child of God, നിങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതലാണ് എന്ന സത്യം നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ you have to live like that. നിങ്ങൾ അതുപോലെ ജീവിക്കേണ്ടിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. A lion cub will never live like a cat, a pussy. ഓർക്കുക, ഒരു സിംഹക്കുട്ടി ഒരിക്കലും ഒരു പൂച്ചക്കുട്ടിയെ പോലെ ജീവിക്കുകയില്ല. ഒന്നുകൂടെ പറ. ഒരു സിംഹക്കുട്ടി ഒരിക്കലും, ബാക്കി നിങ്ങൾ പറയൂ, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ജീവിക്കുകയില്ല. So the Bible says I am a child of God. ബൈബിൾ പറയുന്നു ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. Whose son? Whose daughter? ആരുടെ പൈതൽ, ആരുടെ മകൻ? ദൈവത്തിന്റെ. Oh, I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. And I have to live like that. അങ്ങനെയെങ്കിൽ ഞാൻ അതുപോലെ ജീവിക്കേണ്ടിയിരിക്കുന്നു. God has never known any defeat in his life. ദൈവം ഒരിക്കലും തന്റെ ജീവിതത്തിൽ പരാജയം കണ്ടിട്ടില്ല. Hello. God is a winner. He is a victor. ഓർക്കുക, ദൈവം ജയാളിയാണ്, ദൈവം അപ്പോൾ തന്നെ ജയം നേടിയെടുത്തവനുമാണ്. If I am a child of God, I am a partner with him in his victory. ഓർക്കുക, ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ദൈവത്തിന്റെ സകല ജയങ്ങൾക്കും ഞാനൊരു പങ്കാളി കൂടിയാണ്. Somebody say amen. എത്ര പേര് ഉറക്കെ ആമേൻ പറയും? Hallelujah. Hallelujah. See, I have not won a victory, but Jesus has already won a victory for me. ഓർക്കുക, ഞാൻ ഒരിക്കലും ഒരു ജയവും നേടിയെടുത്തിട്ടില്ല, എന്നാൽ എൻ്റെ ദൈവമായി യേശു നേരത്തെ ജയം നേടിയെടുത്തു. Somebody say hallelujah. ചേർന്ന് hallelujah. See, I am not fighting for victory, but I have already got the victory. ഓർക്കുക, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല, കാരണം ഞാൻ നേരത്തെ ജയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. Jesus has already brought that victory for me. കാരണം യേശു കർത്താവ് എനിക്ക് വേണ്ടി ആ ജയം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. Maybe my whole life is a pile of failures. ഒരുപക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ പരാജയത്തിന്റെ ഒരു കൂമ്പാരമായിരിക്കും. But when I am attached to Jesus, എന്നാൽ ഞാൻ യേശുവിലേക്ക് when ആകർഷിക്കപ്പെട്ടപ്പോൾ, I am connected with Jesus, യേശുവുമായി ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, all my failure was engulfed in the victory of Jesus. യേശു കർത്താവിന്റെ ജയത്തിന്റെ മുൻപിൽ സകല പരാജയങ്ങളും തീർന്നുപോയി. Shout a big hallelujah. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? When you know this truth, it will liberate you. ഓർക്കുക, ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. Had I chose that job, I would have reached somewhere. ഓ, ഞാൻ ആ ജോലി ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തിയേനെ? Oh, many proposals came. But finally, I fixed this one. That was the greatest mistake. ഒത്തിരി പ്രപ്പോസലൊക്കെ വിവാഹാലോചനകളൊക്കെ വന്നതാ, പക്ഷെ എങ്ങനെയോ ഞാനത് തിരഞ്ഞെടുത്ത് ഇതായി പോയല്ലോ കർത്താവ് എന്റെ Don't look at your spouse now. അബദ്ധം. Don't look at your spouse നിങ്ങളുടെ now. അടുത്തിരിക്കുന്ന പങ്കാളിയെ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു. Many people have that regret all through their life. I made a mistake. ഒത്തിരി ആളുകൾക്ക് ഇത്തരം ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്ന് പറയുന്ന കുറ്റബോധത്തിൽ ജീവിക്കുന്നവരാണ്. Can I tell you something? ഒരു കാര്യം കൂടെ പറയട്ടെ. What God says about you is the real fact.
about you. ഓർക്കുക, ദൈവം നിങ്ങളെ കുറിച്ച് എന്താണോ സംസാരിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്നുള്ളത്. It's not the opinion about yourself. അത് നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനമല്ല. It is not the neighbor's opinion. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമല്ല. It's not your class teacher's opinion. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമല്ല. It's not your tuition master's opinion. ഒരു ട്യൂഷൻ മാസ്റ്ററിന്റെ അഭിപ്രായമല്ല. It's not your maths teacher's opinion. നിങ്ങളുടെ മാത്സ് ടീച്ചറിന്റെ അഭിപ്രായമല്ല. Not your father-in-law's opinion. നിങ്ങളുടെ അമ്മായപ്പന്റെ അഭിപ്രായമല്ല. Not at all your mother-in-law's opinion. നിങ്ങളുടെ അമ്മായിയുടെ അഭിപ്രായം അല്ലവേ അല്ല. Not the devil's opinion. ഒരിക്കലും പിശാചിന്റെ അഭിപ്രായമല്ല. It is the heavenly Father's opinion about you. ഓർക്കുക, നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ സത്യം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. And the heavenly Father says, you are my child. സ്വർഗീയ പിതാവ് നിങ്ങളോട് പറയുന്നു, നീ എന്റെ പൈതലാണ്, You are my beloved നീ child. എന്റെ പ്രിയ പുത്രനാണ്. I have loved you with an everlasting love. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I will keep you safe in my hands. ഞാൻ നിങ്ങളെ എന്റെ കൈകളിൽ സുരക്ഷിതമായി കരുതും. Somebody say hallelujah. കൈകൾ വീശി ഒരു ഹല്ലേലൂയ. Everything about you is written in this book. ഓർക്കുക, നിങ്ങളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Jeremiah chapter 1 verse number 4 and 5 says, യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. You were known by the Lord. God knew you even before you were conceived in your mother's womb. അവിടെ നാം കാണുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. Hallelujah. ഹല്ലേലൂയ. Even before the nurses who took you out from your mother's womb, even before they saw you, even before your mother saw you, God saw you. ഓർക്കുക, നിങ്ങളുടെ അമ്മ നിങ്ങളെ കാണുന്നതിന് മുൻപ്, നേഴ്സോ ഡോക്ടേഴ്സോ നിങ്ങളെ കാണുന്നതിന് മുൻപേ നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടിരുന്നു. Because you are a well-planned child of the Creator. കാരണം ദൈവത്താൽ, നിങ്ങളുടെ സൃഷ്ടാവിനാൽ നിർണയിക്കപ്പെട്ടു പിറന്നു വീണ വ്യക്തിയാണ് നിങ്ങൾ. So when negative thoughts come, when disappointing situations come, when people curse you, when people talk bad about you, you have to resist it with the opinion of your heavenly Father. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ, അത് മനുഷ്യനിൽ നിന്നോ പിശാചിൽ നിന്നോ വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവത്താൽ നിർണയിക്കപ്പെട്ട് പിറന്നു വീണ ഒരു വ്യക്തിയാണ് ഞാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് താലൂക്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. നമുക്ക് ചേർന്ന ഈ പ്രാർത്ഥനാ സമയത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ കൈ നീട്ടിയിരിക്കുന്ന പോലെ അങ്ങയുടെ കൈ നീട്ടി ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിലപിക്കുന്നവർക്ക് അങ്ങ് ആശ്വാസം കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിലാപത്തിൻ്റെ രീതിയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ദുഃഖത്തിലൂടെ പോകുന്ന വ്യക്തികൾ, വലിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മറക്കരുത്. കർത്താവ് അത് കൊടുക്കണമേ, സമാധാനത്തിൽ നിറയ്ക്കണമേ. അതുപോലെ ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടിയിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അത് നോർമൽ ആയി മാറട്ടെ. പ്രത്യേക രീതിയിലുള്ള സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം പൂർണ്ണമായി മാറട്ടെ. ചില പാണ്ടുകൾ, ശരീരത്തിലുള്ള പാണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുടി വല്ലാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, സാധാരണ രീതിയിലല്ല, വല്ലാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. മാത്രമല്ല, മുടി നല്ല രീതിയിൽ വളരാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവ് നീ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. ഹാർട്ടിൻ്റെ രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. അസിഡിറ്റി പൂർണ്ണമായും മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ മാറിപ്പോകട്ടെ. ചില പുരുഷന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. മക്കളില്ലാത്ത കർത്താവ് അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇനി നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിക്കുക. കർത്താവെ, നീ ഇങ്ങനെ അത്ഭുതകരമായി ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് കാസർഗോഡും നാളെ കണ്ണൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കും. തീർച്ചയായും വരണം. പ്രത്യേകമായി നിങ്ങളെ ക്ഷണിക്കുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ. അല്ലെങ്കിൽ തപാൽ മാർഗം നിങ്ങൾക്കത് ലഭിക്കും. ഫോൺ നമ്പറിൽ വിളിച്ച് വിശദാംശങ്ങൾ തിരക്കുക. ഓൺലൈനിലൂടെ, വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. എല്ലാ ഞായറാഴ്ചയും വിവിധ ബ്ലെസ്സിങ് സെൻ്ററുകളിൽ നടക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനയിലേക്ക് കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.